Hi, my dear Bawal Makkale. I am your Batman agent. വെൽക്കം ടു നട്ടപ്പാതിര വീഡിയോ. പുതിയൊരു സാധനം എന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും രേണു സുധി എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ഈ ലൂപ്പ് തീരും തോന്നുന്നില്ലേ. എന്താണെങ്കിലും ഈ അടുത്ത കാലത്ത് കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിൻ്റെ മരണം, അതിനുശേഷം രേണു സുധിയിലേക്ക് പോയ മലയാളികളുടെ ഒരു സെൻറ്റിമെൻസിൻ്റെ ഓവർഡോസ്, ഒരു കെയറിങ്ങിൻ്റെ ഓവർഡോസ്, അത് ഇങ്ങനെ എന്താ പറയുക, ഉൾട്ടടിച്ച് നേരെ ആ കെയറിങ്, ആ പറഞ്ഞുള്ള സെൻറ്റിമെൻസൊക്കെ ഉൾട്ടടിച്ച് വേറെ രീതിയിലുള്ളൊരു ഹെയ്റ്റായിട്ട് കമൻറ്റ് ബോക്സിലേക്ക് മാറി. മലയാളികൾ അവർ ചെയ്യുന്ന റീൽസിനും അവരുടെ വീഡിയോസിനൊക്കെ അതിഭീകരമായ ഹെയ്റ്റും ബോഡി ഷെയ്മിങ്ങും ഇട്ട് നടക്കുന്ന ഒരു ടൈമിൽ വളരെ പോസിറ്റീവായിട്ട് രേണു സുധി എന്ന് പറഞ്ഞ ലേഡിക്കെതിരെ വളരെ മിനിമം മാത്രമായിട്ടുള്ള ഹെയ്റ്റ് കൊമൻസ് കാണാൻ സാധിച്ച ഒരു ഇൻ്റർവ്യൂയുടെ എൻ്റെ പെർസ്പെക്റ്റീവിടെ പ്രസൻറ്റേഷനാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിലാണ്. മൈൽ സ്റ്റോണിൽ ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത് സാരികയാണ്. സാരികനെ എനിക്ക് പേഴ്സണലി അറിയാം, ഞാൻ സിജോയുടെ കല്യാണത്തിൻ്റെ ടൈമിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഇവർ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹോട്ട് സീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും ചൂടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് നേരിടേണ്ടി വരിക രേണുവിന്. സോ എന്താണെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ വിളിക്കുക. അപ്പോൾ അത് നേരിടാനുള്ള ഒരു ഇതിൽ തന്നെയാണ് രേണു വന്നേ എന്നുള്ളത് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായി, കൊടുത്ത ആൻസേഴ്സ് നിന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്ത് രേണുവിന് ഇത്രത്തോളം പോസിറ്റീവ് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ വേറെ കാണില്ല. ആൻഡ് സാരികയ്ക്ക് അമ്മാതിരി നെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് നെഗ് കിട്ടിയൊരു ഇൻ്റർവ്യൂ. പൊതുവേ ഹോട്ട് സീറ്റ് പ്രോഗ്രാമിൽ സാരികയ്ക്ക് നെഗ് വരാറുണ്ട്, പക്ഷേ ഇത് ഭയങ്കരമാണ്. എന്നാലും നമുക്ക് കുറച്ചധികം വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കാം. സുചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടന്റെ 2 മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് പരത്തിയടിക്കാനൊക്കെ അറിയാം, നന്നായിട്ട് മോശം പറഞ്ഞോ, വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുക. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. പോയിക്കോളൂ നിങ്ങളൊന്ന്. എനിക്ക് സമയം പോയി. ഓക്കെ വിട്ടോ. ഈ ഒരു പോർഷൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനും വെച്ചിട്ടുള്ളൂ, അവരും വെച്ചിട്ടുള്ളൂ. അല്ലാതെ ഇത് ആ വീഡിയോ കംപ്ലീറ്റ് കാണുന്ന സമയത്ത് ഇത് ആ ഒരു പോർഷനകത്തില്ല. ബട്ട് ഈ രീതിയിൽ എസ്കലേറ്റ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനുള്ള ഒരു ഹോട്ട് സീറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ കുറേ ഓബ്വിയസ് തിങ്സ് ഉണ്ട്. ലൈക്ക് നോർമലി ഇപ്പോൾ റെഗുലറായിട്ട് ഈ പറഞ്ഞ രേണു സുധിയോട് ചോദിക്കുന്ന മക്കളുടെ കാര്യം, ലക്ഷ്മി നക്ഷത്രയുടെ കാര്യം, വീടിൻ്റെ കാര്യം, പിന്നെ അവർ ചെയ്യുന്ന റീൽസിനെ കുറിച്ച്. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഒരു കമൻറ്റ് ബോക്സിലൊരു കമൻറ്റോളി എങ്ങനെ എഴുതിയിടുന്നു അത് അതേപോലെ എൻടോസ് ചെയ്തിട്ടാണ് സാരിക എന്ന് പറഞ്ഞുള്ള ആങ്കർ ഇത് രേണുവിനോട് ചോദിക്കുന്നത്. ഓക്കെ, ഇതിനു മുമ്പുണ്ടായിരുന്ന പല ഇൻ്റർവ്യൂവേഴ്സും ചോദിക്കുന്ന പോലെയല്ല, സാരിക അതങ്ങനെ എൻടോസ് ചെയ്യണം. എങ്ങനെ എഴുതിയ ആളുകൾ ഇടുന്നു അത് അതേപോലെ എൻടോസ് ചെയ്തിട്ട് എടുത്തിട്ടാണ് കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ വരുന്ന രേണു ചില ടൈമിൽ പ്രൊവോക്ഡ് ആവുന്നുണ്ട്, ചില ടൈമിൽ കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയുള്ള ഇൻ്റർവ്യൂ അല്ലെങ്കിൽ രേണുവിൻ്റെ റിപ്ലൈ റിയാക്ഷൻസ് നോക്കുമ്പോൾ അവരൊരു സ്ട്രെയിറ്റ് ഒരു സാധനത്ത് പിടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി ഇവിടെ ഈ സാധനം ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഞാൻ ഇനി ഇങ്ങനെ ഈ നാട്ടിൽ പറയുന്നതിന് കരഞ്ഞും പിരിഞ്ഞും പിടിച്ചു ഇരുന്നിട്ടൊരു കാര്യമല്ല. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റൻസ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, അത് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞാനൊരു റിബലായിട്ട് തന്നെ നിൽക്കണം. ഓക്കെ, ആദ്യമൊക്കെ നെഗാവും, പിന്നെ അത് പോസിറ്റീവ് ആവും എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അതിൻ്റേതായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ഈ ഇൻ്റർവ്യൂവിനകത്തുണ്ട്. വിധവ ഓക്കെ, മലയാളികൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. രേണുസുധി കാണിക്കുന്ന ഇച്ചിരി ഓവർ അല്ലേ? ഇല്ല, എനിക്ക് ഈ മനുഷ്യർ ചോദിക്കുന്നതായിരിക്കും, പക്ഷെ ഞാൻ കാണിക്കുന്ന ഓവറല്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് കാണിച്ചാലും അത് ഓവറല്ല, അല്ലെങ്കിൽ എനിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഞാൻ ഇത്രയും നാളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ടും എനിക്ക് കാണിക്കണമെന്ന് തോന്നിയാൽ എൻ്റെ ഒരു പരിധിയുണ്ട്, അതിനനുസരിച്ച് ഞാൻ കാണിച്ചിരിക്കും, അതിനി ആര് പറഞ്ഞാലും. ഓക്കെ, ഹോട്ടായിട്ടുള്ള വേഷങ്ങളാണല്ലോ കൂടുതൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ആണോ?
അങ്ങനെയാണ് പൊതുവെ സോഷ്യൽ മീഡിയക്കാരിത് പറയുന്നത്. ആയിരിക്കും അവരുടെ ഭാഷയിൽ വയറൊക്കെ കാണിക്കുന്ന ഹോട്ടാണല്ലോ, അപ്പൊ വയറ് കാണിച്ചുകൊണ്ടാണ് കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്തത്. അതെ, വയറ് കാണിക്കുന്ന മാത്രമല്ല, ഇപ്പൊ ഫസ്റ്റ് റീൽസ് ദാസേട്ടനുമായിട്ടുള്ള റീൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് അതിനകത്ത് നല്ല ഹോട്ടാണ്. അത്യാവശ്യം അതെല്ലാവിടെ ആണല്ലോ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് നേരിടുന്നത്. അപ്പോ അത് ചെയ്യാനുള്ള ഒരു പ്രേരക ഘടകം എന്തായിരുന്നു അങ്ങനെ ചെയ്യാനുള്ള കാരണം? ഞാനിങ്ങനെ ആലോചിച്ചെന്താ അറിയോ, ഈ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ പാട്ടിലെ സീനിൽ, അത് സിനിമയിൽ അവർ ചെയ്ത സമയത്ത്, ദിലീപേട്ടനും ആ ഹീറോയിനും ചെയ്ത സമയത്ത് അന്നതത്തോളൊരു ഹോട്ട് ലൈക്ക് ആ ഒരു കോൺസെപ്റ്റിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ മലയാളികൾ? അല്ലെങ്കിൽ ഇപ്പം അത് കാണുന്ന സമയത്തും അതൊരു ഹോട്ട്നെസ് വാരി എറിയലായിട്ട് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എടുത്തിട്ടുണ്ടോ? സോ എവിടെയോ അത് അവർ ചെയ്യുമ്പോൾ അതിനകത്ത് ഹോട്ടും ക്യൂട്ടും ഒന്നും ഇല്ല. രേണു ചെയ്തപ്പോഴത്തേക്ക് ഇത് ഹോട്ടായി, രേണും മറ്റേ നമ്മുടെ ദാസേട്ടനും ആയപ്പോഴത്തേക്ക് ഇത് ഹോട്ടായി. പിന്നെ ഒരു റീൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിന്ന് ഇന്ന റീൽ എടുക്കാം, എന്നിട്ട് ഇതിന്ന് ഈ കോൺസെപ്റ്റ് പുറത്ത് വിടാം, അതൊന്നുമല്ല ഒരു സിനിമയിലെ ഒരു ഭാഗമല്ലേ. മനസ്സിലായി? സാധാരണ ലിപ്സിങ് ചെയ്യുന്നതിന് വരെ ഇവർ ആ ഒരു സാധനം അങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്ന റീലാണ്. ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിനിമയിലൊരു സീന്, അതൊക്കെ റീക്രിയേഷനാണ്, അത് റീക്രിയേറ്റ് ചെയ്യാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ നെഗറ്റീവ് ഇൻട്രാക്ഷൻസ് വരും, അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് വരും, അതിൽ നിന്ന് നമുക്ക് കുറച്ചധികം വ്യൂസും ട്രാക്ഷനും കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എനിക്ക് എവിടെയോ അതൊരു എന്താ പറയുക, അതെടുത്തു എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയപ്പോൾ ഈ ഒരു സാധനം ചെയ്താൽ കൊള്ളാമെന്ന് വിചാരിച്ച് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ ഫീലായത്. ഇവരും ഈ ഇൻ്റർവ്യൂവിൽ അത് തന്നെയാണ് പറഞ്ഞത്, നോർമലി ജസ്റ്റ് ഞാൻ എടുത്തതാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ക്യാമറയിനെയും ക്രൂവിനെയും ദാസേട്ടനെയൊക്കെ വിളിച്ചു കൊണ്ടു നിർത്തിയിട്ട് മറ്റേ വടിയൊക്കെ എടുത്തിട്ട് ചൂരിൽ എന്ന് മേടിച്ച് പറയിപ്പിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ലല്ലോ. എന്തിനായൊക്കെ ചെയ്യുന്നത്? ഇഷ്ടം പോലെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ റീൽ എടുക്കുന്നുണ്ട് ഇല്ലേ, എത്രയോ ആൾക്കാർ റീൽസൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇവരുടെ കേസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഹോട്ട്നെസ് അളക്കുന്നു, അതിൻ്റെ ക്യൂട്ട്നെസ് അളക്കുന്നു, അതിൻ്റെ സെക്സിനെസ് അളക്കുന്നു. എന്തെന്നാണ് ഇത്? ലക്ഷ്മി നക്ഷത്ര, താങ്കൾ ഇപ്പം ഈ സുധിച്ചേട്ടന്റെ മരണത്തോടനുബന്ധിച്ച് ആദ്യമായിട്ടൊരു വൈറൽ കണ്ടന്റിലേക്ക് വരുന്ന വെച്ചാൽ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ആങ്കർ, അവര് താങ്കളുടെ വീട്ടിൽ വരികയും കുറേയധികം അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ഇതെല്ലാം ആൾക്കാർ കാണുന്നത്. അത് റെക്കോർഡിംഗ് ആയിരുന്നു, അത് ആരെയും കാണിച്ചില്ലായിരുന്നെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ അതൊരു മാർക്കറ്റിംഗ് പർപ്പസിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ അത് ആൾക്കാരുടെ ഫെയിം നേടാൻ വേണ്ടിയിട്ടോ ആയിരിക്കണം ഒരുപക്ഷെ. അങ്ങനെയാണെന്ന് രേണുവിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ഇല്ലാതിരുന്ന സമയത്ത്, അതായത് നമുക്കൊരു വരുമാനം ആ കുട്ടി എനിക്ക് തന്നിട്ടുണ്ട് എല്ലാ മാസവും. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, ആ ഒരു ഇപ്പൊ 2 വർഷമായല്ലോ സൂചന മരിച്ചിട്ട്. അതിന് മുന്നേ ആ സമയത്തൊക്കെ നമുക്ക് എല്ലാ മാസവും ഒരു തുകയെ കുട്ടി തരുന്നുണ്ടായിരുന്നു. സ്റ്റാർ മാജിക് ഉള്ളിടത്തോളം കാലം തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തിനാണ് ആ കുട്ടി അങ്ങനെ പറയുന്നത്? എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല, അത് മാർക്കറ്റിംഗ് ചെയ്യാന്നൊന്നും തോന്നില്ല. കാരണം നമുക്കൊരു തുക തന്നിട്ടാണ്, ഞാനത് സുധിച്ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്റേതായിട്ടുള്ള ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് എന്താണോ രേണുവിനോട് എല്ലാവരും ചോദിക്കുന്നത്, ലക്ഷ്മി നക്ഷത്ര അന്നും ഇന്നും കൊടുക്കുന്ന ഒരേ ആൻസർ, അവർ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, സഹായിച്ചത് ഈ പറഞ്ഞ പോലെ എന്തിനു സഹായിച്ചു? അത് വീഡിയോ എടുക്കാൻ വേണ്ടി സഹായിച്ചതാണോ? കണ്ടന്റ് എടുത്തപ്പോൾ നീ ഒന്നും പറഞ്ഞില്ലേ? നമ്മളൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ആരും സഹായിക്കാനില്ലാത്തപ്പോൾ നമുക്കൊരു സഹായം കിട്ടുമ്പോൾ ആ സഹായിക്കുന്ന വ്യക്തിയെ നീ ഇത് ചെയ്തിട്ടാണോ എന്നെ സഹായിക്കാൻ വരുന്നത്, നീ ഇങ്ങനെ ചെയ്തിട്ടല്ലേ എന്നെ സഹായിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് സഹായിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കും ആരെങ്കിലും? ഇല്ലല്ലോ, ആരും പറഞ്ഞേക്കില്ല. സോ അത് അവരെ സഹായിക്കുക എന്നുള്ളത് ലക്ഷ്മി നക്ഷത്രം ചെയ്തൊരു കാര്യം. ആ സഹായം ഇപ്പോഴും വാങ്ങാതെ, ലൈക്ക് എപ്പോഴും വാങ്ങുക എന്നുള്ളൊരു സാധനമല്ലല്ലോ. അവർ ആ ടൈമിൽ ചെയ്തു, അത് അവർ ഉപയോഗിച്ചു. ഇപ്പം ആ സഹായം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അവർ പറയുന്നില്ല. മേ ബി അത് അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു ആ പെർട്ടിക്കുലർ ഷോ കഴിഞ്ഞ സമയത്ത് അത് ഡ്രോപ്പായിട്ടുണ്ടാവും. ഇനി അല്ല, ഇനിയിപ്പോൾ ആ വീഡിയോ എടുത്ത സമയത്ത് തന്നെയാണ് ഇവരെ സഹായിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്നും പറയാനില്ല, തെറ്റ്. ലക്ഷ്മി നക്ഷത്ര ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോ ചെയ്യുന്നു, മോണിറ്റൈസേഷൻ ഓൺ ആക്കുന്നു, മില്യൺ അടിക്കുന്നു, ട്രെൻഡിങ് ആവുന്നു, അതിന് കിട്ടുന്ന വരുമാനത്തിൽ ഒരു ഇത്തിരി ഇവർക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതവും മുന്നോട്ട് പോകുന്നു. ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ അതിനകത്ത് അത് ക്രിയേറ്റ് ചെയ്ത രീതിയോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സെൻറ്റിമെൻസിൻ്റെ ഓവർഡോസും സാധനമൊക്കെ വെച്ച് അങ്ങനെ ഇങ്ങനെയും കാണിച്ചിട്ടുള്ള പരിപാടി, അതിപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ടേസ്റ്റ് ആണല്ലോ. ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ ടേസ്റ്റിന് അനുസരിച്ചല്ലെങ്കിൽ നമുക്കതിനെ ക്രിട്ടിസൈസ് ചെയ്യാം. ഓക്കെ, പക്ഷെ അതിൽ നിന്ന് അവർക്ക് പേഴ്സണൽ ബെനിഫിറ്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ അവർ ചോദിച്ച് ഇനിയിപ്പോൾ രണ്ടാമത് കിട്ടുമോ ഇല്ലേ
നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ വെക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചോദിച്ച് ക്ലീഷായ ഒരു സാധനമാണ്. ഇനി എത്ര ഇൻ്റർവ്യൂ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. സുധിച്ചേട്ടൻ്റെ മരണത്തിന് മുൻപ് രേണു സുധിയെ ആൾക്കാർക്ക് അധികം അറിയത്തില്ലായിരുന്നു. പക്ഷെ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേയധികം ആൾക്കാർക്ക് അറിയാം, കുപ്രസിദ്ധിയായിട്ട് തന്നെ അറിയാം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്നാൽ അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിച്ച് അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം, എന്നെ അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത്? വന്നിട്ടില്ല അവസരം. അപ്പോൾ ഇപ്പൊ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ്? ഞാൻ അങ്ങോട്ട് കയറി സൃഷ്ടിച്ച കള്ളമല്ലേ? ഇല്ലില്ല, ഒരിക്കലും അല്ല, സത്യം. ഞാൻ അങ്ങോട്ട് കയറി ആരോടും ചോദിച്ചിട്ടില്ല എന്നെ അഭിനയിപ്പിക്കാവോ, എന്നെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കാവോ, ഒന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് ചെയ്യും. അപ്പോ ഈ ഫസ്റ്റ് ഇനിയും ചെയ്യും. വരുന്നത് നല്ല ഇതാണെങ്കിൽ ഇനിയും ചെയ്യും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പോ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം, അങ്ങനെ പോണോന്നൊരു ഇതിലാണല്ലോ പറയുന്നത്, തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു നമുക്ക് തോന്നുന്നു അങ്ങനെ. അതായത് ഞാൻ ഇനിയും കുപ്രസിദ്ധി തയ്യാറാണ്. ശരിയാവാം. കാരണം എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയിപ്പോയി എനിക്ക്. അതായത് ഒരു ഈ സൈക്കോസിനെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സൈക്കോ ആയിപ്പോയെന്ന് തോന്നും. ആണോ? ഒന്നും പറയാനില്ലേ. കാരണം എന്താ പറയുക, ഈ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. നമുക്കിത് വരണം, നമ്മൾ എന്ത് ചെയ്താലും അതിങ്ങനെ കുറ്റം നമ്മൾ എന്ത് കാണിച്ചാലും അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ വൃത്തികെട്ട സദാചാര കണ്ണും വെച്ച് നോക്കിയിരുന്ന് കുറ്റപ്പെടുത്തി ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ഒരു തരം ധൈര്യമുണ്ട്. ആ ധൈര്യമാണ്. അതായത് ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഞാനേ മുന്നോട്ട് വന്നിട്ട് കാര്യമുള്ളൂ, അല്ലാതെ ഇന്ന 10 ആൾ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരില്ല. ഞാൻ മുന്നിക്ക് സർവൈവ് ചെയ്ത് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പമുള്ള ആളെന്തായാലും പോയി. ഞാൻ ചെയ്യണം കാര്യങ്ങൾ, ഞാനല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് കാര്യം എന്നുള്ളൊരു തോന്നലിൽ നിന്ന് വരുന്നൊരു ധൈര്യമുണ്ട്. ആ ധൈര്യത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ആരെയാണ് ഇരുന്ന് സംസാരിച്ചത്. അതിലൊരു തെറ്റും പറയാനില്ല. കുപ്രസിദ്ധി, മറ്റേ സിദ്ധി, മറിച്ച സിദ്ധി, എന്ത് സിദ്ധി ആയിക്കോട്ടെ, ഇവിടെ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബാക്കി പലരും ചെയ്യുന്ന പല മറ്റേ വൃത്തികെട്ട പരിപാടികളെയും വെച്ച് നോക്കുമ്പോൾ ആളെ പറ്റിക്കൽ, കൊല്ലൽ, പൈസയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങൾ കടത്തുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മയക്കുമരുന്ന് അടക്കമുള്ള പ്രവർത്തികളിൽ ഇൻവോൾവ് ആവുന്ന ലേഡീസില്ലേ, തട്ടിക്കൊണ്ടുപോകൽ, ഹണി ട്രാപ്പ്, ഇതൊന്നും അല്ലല്ലോ. വളരെ അവർക്ക് ഇഷ്ടപ്പെട്ട, ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫീൽഡിലേക്ക് അവരിറങ്ങി അതവർ ചെയ്യുന്നു. അതിന് കുപ്രസിദ്ധി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഓഡിറ്റ് ചെയ്യുന്നവർ നടുവേരലും വെച്ച് നമസ്കരിച്ചിരിക്കുക, അല്ല വേറെ വഴിയില്ല. നമ്മൾ പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുമായിരുന്നു. സന്തോഷ് പണ്ഡിറ്റിനെ കേട്ടോ? ഞാൻ കളിയാക്കത്തില്ല. അല്ല, നമ്മൾ ഉദ്ദേശിച്ച് ഞാൻ ജനങ്ങളുടെ കാര്യം. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് സ്വന്തമായിട്ട് പാട്ട് എഴുതുന്നു, സ്വന്തമായിട്ട് അഭിനയിക്കുന്നു, സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു, പുള്ളി തന്നെ അങ്ങോട്ട് അഭിനയിക്കുന്നു. അഭിനയം നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന പോലെ തന്നെ ഒരു കോമാളിത്തര രീതിയിലാണ് ഈ പറയുന്ന പോലെ തന്നെ. ഈ പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ ആക്ടിങ്, ഞാൻ രേണു സുധി എന്ന വ്യക്തിഹത്യ ചെയ്യുമല്ല, പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് അന്ന് ഒരു ലേഡി സന്തോഷ് പണ്ഡിറ്റ് ആണോന്ന് ചില പോയിന്റിലൊക്കെ ആൾക്കാർ പലയിടത്തും കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്തോഷ് പണ്ഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി പറഞ്ഞ എനിക്ക് പൈസയുണ്ട്, ഞാൻ സ്വന്തമായിട്ട് എഴുതിയൊരു സാധനം, എനിക്ക് പൈസ ഇല്ല, അതാണ് വ്യത്യാസം. ഓക്കെ, പൈസ ഇല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ എന്റെ പാഷനും കൂടാണ് അത്. എനിക്ക് പൈസ ആവശ്യമുണ്ട്, കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം. എന്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്, എന്റെ പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. സൂചേട്ടൻ മരിച്ചും പോയി. ദുബായി പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, സൂചേട്ടൻ മരിച്ചാ പോയത്. സോ എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു, അങ്ങനെ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ? ഇല്ല, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണിത്. എനിക്ക് സിമ്പിളായിട്ട് തോന്നി ഞാൻ ചെയ്യുന്നു. പക്ഷെ അഭിനയത്തിൽ വലിയ സിംഹമൊന്നും ആയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതൊരു സ്വയംഭൂതത്തല്ലേ, സിംഹമൊന്നും ആയിട്ടില്ല എന്ന് അല്ല, കളിയാക്കൽ തന്നെയാണ്. എന്നെ കളിയാക്കി നമ്മള് അഭിനയ സിംഹമേ എന്നൊക്കെ വിളിച്ച് നെഗറ്റീവ് കമന്റ് വന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. സ്വയം പുകഴ്ത്തിയതല്ല, ഒരിക്കലും അല്ല. ഞാൻ സ്വയം പുകഴ്ത്തിയുള്ള ആളല്ല ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ആ ഒരു സാധനം തന്നെ, ഇവർക്ക് വന്നൊരു ഹെയ്റ്റ്, ഓക്കെ, അവർക്ക് വന്നൊരു മാസീവ് ഹെയ്റ്റ്. ആ ഹെയ്റ്റിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ബോൾഡ് ലൈക്ക് ആയേ പറ്റൂ. ഞാൻ ഇവർ കാണിക്കുകയാണ് അല്ലെങ്കിൽ വാണ്ടഡ്ലി ഇത് പ്രൊജക്റ്റ് ചെയ്യുകയാണ്, മാറി നിന്ന് കരയും, മനുഷ്യനാണ് ചിലപ്പോൾ കരയുമായിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്ന സമയത്ത്, മീഡിയനെ ഫേസ് ചെയ്യുന്ന സമയത്ത്, ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ വാക്കുകളിൽ എവിടെയും ഒരു ഇടർച്ച അല്ലെങ്കിൽ അതൊന്നും ഫീൽ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ഫീൽ ആവുന്നില്ല. കാരണം ഷീ ഈസ് ഡാം കോൺഫിഡൻറ്റ്. മനസ്സിലായോ? പിന്നെ ഒരാളുടെ താല്പര്യമാണ് അയാൾ ഏത് ജോലി ചെയ്യണം, എന്ത് ജോലി ചെയ്യണം എന്നുള്ളത്.
അതും നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനമായിട്ട് അവർ തന്നെ കണക്ക് കൂട്ടുന്നത് അഭിനയമാണ്. ആ അഭിനയത്തിൽ അവർ ഭയങ്കര സംഭവം അവർ ക്ലെയിം ചെയ്യുന്നുമില്ല. ബാക്കിയുള്ളവർ ചെയ്യുന്നതിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും ഇതേപോലെ വന്നിരുന്ന് കമൻറ്റ് ചെയ്താലോ, സൈബർ ബുള്ളിങ് നടത്തിയാലോ, വ്യക്തിഹത്യ നടത്തിയാലോ, അതിന് ഈ രീതിയിലല്ലാതെ ഏത് രീതിയിലും നേരിടും. ഇവർ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലാകാലം ഇവർ ആ കരച്ചിലും വെച്ച് നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ ആൾക്കാർ ഈ ഒരു രേണു എന്ന് പറഞ്ഞ ലേഡിയെ വേറെ കുറേ നടന്മാരെ ഭാര്യമാരായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. എടീ ഞാനിപ്പോൾ ആലോചിക്കുന്നത് അറിയോ, ആ നടന്മാരെ മരിച്ചുപോയ കുറേ നടന്മാരുടെ ഭാര്യമാരാണ്. അവരൊക്കെ പേടിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ വേറെ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങാത്തതോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് പോകാത്തതോ ഒരു കാര്യങ്ങൾ ചെയ്യാത്തതോ. ചിലർക്ക് താല്പര്യമില്ലാണ്ടായിരിക്കാം, ചിലർ പേടിച്ചിട്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സൊസൈറ്റീനെ പേടിച്ചിട്ടായിരിക്കും അവർ ചെയ്യാതിരിക്കുന്നത്. കാരണം എങ്ങാനും ഈ നടന്മാരുടെ മരണശേഷം അവർ ഏതെങ്കിലും ഒരു വേദിയിൽ നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോയാലോ, ക്യാമറ നോക്കിയിട്ട് എനിക്ക് ജോലി ചെയ്യണം താല്പര്യമുണ്ടെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ അഭിനയിക്കണം താല്പര്യപ്പെട്ട് അഭിനയിച്ചാലോ, അതുവരെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെ മുഖം വർത്താനം ആയിരിക്കില്ല ചിലപ്പോൾ ഈ രേണുവിന് കേൾക്കണോ അതിൽ കേൾക്കേണ്ട ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ വരുന്നുള്ള പേടി കൊണ്ടിരിക്കുന്നതായിരിക്കാം എല്ലാവരും. എനിക്ക് അതാണ് ഇപ്പോൾ തോന്നുന്നത്. ഇപ്പൊ ഒരു പ്രേമം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ കാമം ഇതൊക്കെ മുഖത്ത് വരുന്നത് താങ്കളുടെ മുഖത്ത് വരുമ്പോൾ കാമമായിട്ടാണ് പരിണമിക്കുന്നത്, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, കാമമായിട്ടല്ല. അതിനൊരു ഞാനത് കേട്ടായിരുന്നു. കാരണം ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. കാരണം എനിക്കിങ്ങനെ കമന്റ് കണ്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ ഒരു വിഷു ഫോട്ടോഷൂട്ട്, ഇപ്പൊ പറഞ്ഞുകൊണ്ട് പറയാം, വിഷു ഫോട്ടോഷൂട്ടിന് കൃഷ്ണനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി, അപ്പൊ അതിനകത്ത് പറയുന്ന കൃഷ്ണനോടുള്ള പ്രണയമല്ല, അവൾ എന്താ കൃഷ്ണനോടുള്ള അതാ എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല, കാരണം ദൈവമാണ്. അതെ. സോ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ആ പോയിന്റിലേക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ താങ്കൾ എക്സ്പ്രഷൻ ഇടുമ്പോൾ, അതായത് ക്യാമറയുടെ മുമ്പിലാണല്ലോ എക്സ്പ്രഷൻ ഇടുന്നത്, ഇടയ്ക്കിടയ്ക്ക് താങ്കൾ അലമാരയുടെ മുമ്പിൽ കണ്ണാടി മുമ്പിൽ എക്സ്പ്രഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ പറ്റത്തില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന നടി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇനി അപ്കമിങ് വരുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഉള്ള ഒരു ഫ്യൂച്ചറുള്ള നടി എന്ന നിലയിൽ താങ്കൾ അങ്ങനെ ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ താങ്കളുടെ ഞാനത് സ്വീകരിക്കുന്നു. ഓക്കെ, സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതായത് ഇത് മറ്റേ ലൈനാണ് രേണുടുത്തെ. ഞാനെല്ലാം സ്വീകരിക്കുന്നു, എല്ലാ ക്രിറ്റിസിസവും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണേൽ പറയാം, എൻ്റെ അഭിനയം മോശമാണ്, തല്ലിപ്പൊളിയാണ്, എല്ലാം പറയാം. ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ചോദ്യങ്ങളില്ലല്ലോ. ശരിക്കും അവിടെ ആങ്കർ വിട്ടുപോയി. എന്ത് പറഞ്ഞാലും ഓക്കെ, ഞാൻ റെഡിയാണ്, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ മോശമാണ്, എൻ്റെ എക്സ്പ്രഷൻ മോശമാണ്, എൻ്റെ അഭിനയം മോശമാണ്. എടീ ഞാൻ ഈ ലേഡിയുടെ ഒരുപാട് രേണുയുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് അത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വേണ്ടേ? അറ്റ്ലീസ്റ്റ് ക്യാമറയുടെ മുന്നിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്യാനൊരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് അവർക്കുണ്ട്. ഓക്കെ, ആ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ബെറ്റർ ആവാനും പറ്റും. ഇവിടെ എല്ലാവരും ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടി ആണെങ്കിൽ പോലും ആദ്യ കാലങ്ങളിൽ എങ്ങനെയാണ് ഇപ്പം എങ്ങനെയാണ് അവർ ബെറ്റർ ചെയ്യുന്നുണ്ട്. പഠിക്കുകയാണ് ആ പ്രോസസ്സ്. ആ എൻഡ്ലെസ് പ്രോസസ്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവരും പഠിച്ച് കയറി വരും. ഇപ്പം ഈ പറയുന്ന ശോഭനയോ ഈ മഞ്ജു വാര്യരോ ഇവരൊക്കെ ഒറ്റയടിക്കാണ്ട് ആയതല്ലല്ലോ. ചെയ്ത് വരും, ഒരു എക്സ്പീരിയൻസ് കിട്ടും. ദിനോസറിന്റെ മുഖം പോലെയാണെന്നോ, ദിനോസറിനുണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് പർട്ടിക്കുലർ കമന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ, വിളിക്കുന്നുണ്ട് താങ്കളെ. പക്ഷെ ഇന്റർവ്യൂല് കഴിഞ്ഞ കുറച്ച് നാളുകളെ കൊടുത്ത ഇന്റർവ്യൂല് താങ്കൾ കുഴപ്പമില്ല, സോഷ്യൽ മീഡിയ ആൾക്കാർ എന്നെ വിറ്റ് ജീവിച്ചോട്ടെ, കുറെ അധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് താങ്കളെ വിറ്റ് ജീവിക്കുന്നുണ്ട്, അത് ഉള്ളത് തന്നെ. അപ്പൊ അങ്ങനെ വളരെ തന്മയത്വത്തോടു കൂടിയുള്ള സമാധാനപരമായി പറഞ്ഞിട്ട് ലൈവിൽ രേണു സുധിയുടെ ഒറിജിനൽ മുഖം കാണിച്ചല്ലോ. എന്റെ ലൈവ് ആയിരുന്നു അത്. എന്റെ ലൈവ് ഞാൻ എന്റെ അടുത്ത് നേരിട്ടാണ് കമന്റ് വരുന്നത്, ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും, ഇനിയും കൊടുക്കും. അപ്പൊ രണ്ട് മുഖമുണ്ട്. കാരണം ഇന്റർവ്യൂല് ഞാൻ കാണുന്നില്ല ഇവര് കമന്റ് അടിക്കും. ഇത് എന്റെ ലൈവാണ്, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്ന് എന്നെ പച്ചക്ക് തെറി നേരിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് വേണേ ആ തെറി തിരിച്ച് റിപ്പീറ്റ് ചെയ്യാം, അറിയാഞ്ഞിട്ടൊന്നും അല്ല, ഞാൻ പറയത്തില്ല. അങ്ങനെ തെറി പറയേണ്ട ആ ഒരു സംസ്കാരം എനിക്ക്, തെറിയല്ല ഞാൻ പറയുന്നത്, തിരിച്ച് ചീത്തയെന്ന് ഞങ്ങളുടെ നാട്ടിൽ തെറി ചീത്ത എന്നൊക്കെ പറഞ്ഞ വേറെ സാധനങ്ങളാണ്. അവരെന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന സാധനങ്ങളാണ് ഞാൻ അങ്ങോട്ട് വിളിച്ച അത് തെറി ചീത്ത. എടി പോടി, എന്നെ അമ്മച്ചി, പോടി തള്ളച്ചി എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തെറിയേ അല്ല. ഓക്കെ, ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ പേര് ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്, നീ കുറേ സപ്പോർട്ട് ചെയ്യുന്നില്ലേ രേണുവിനെ, അവർ ലൈവിൽ വന്ന് തെറി വിളിച്ചില്ലേ, ലൈവിൽ പോയിട്ട് മോളെ രേണു നിനക്ക് സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പം അറിയും കൂടി തള്ളേ എന്നാണോ പറഞ്ഞത്? അല്ല, നീ ഏതാണ് ഈ ഡിനോസർ കുട്ടി തള്ളച്ചിന്ന് ഒരു കമൻ്റ് ഇടുമ്പോൾ
നീ ഏതെങ്കിലും ആക്കാച്ചി എന്നുള്ളത് തിരിച്ചാണ് അവർ ചോദിക്കുന്നത്. മനസ്സിലായോ? ഇവിടുന്ന് എറിയുന്നത് കല്ലാണെങ്കിൽ തിരിച്ച് കല്ലേറ് തന്നെ കിട്ടും. ഇവിടുന്ന് എറിയുന്നത് പൂവാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പൂവുകൊണ്ട് എറിയും. അങ്ങനെയാണല്ലോ. പിന്നെ എല്ലാ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിൻ്റെ ക്യാമറയിൽ വരുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഡിറ്റ് ചെയ്തിട്ട് സംസാരിക്കേണ്ട ആവശ്യം രണ്ടുമില്ല. പക്ഷെ പേഴ്സണലി നമ്മൾ ലൈവ് ഇടുമ്പോൾ നമ്മൾ 1-to-1 ഇൻട്രാക്ഷനാണ് ആളുകളായിട്ട്, അല്ലേ? കമൻറ്റ് വായിച്ചിട്ട് ആ വ്യക്തിയോട് ഇൻട്രാക്ട് ചെയ്യുക. ആ സമയത്ത് അവർക്ക് 1-to-1 ആയിട്ട് കിട്ടുന്നതിന് അവർ റിപ്ലൈ കൊടുക്കും. അതിലിപ്പോൾ എന്താ തെറ്റ്? ഇപ്പം ഞാനൊക്കെ ചെയ്യലുണ്ട്. ഇന്ത്യക്ക് ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പല തെറി വിളിക്കാറുണ്ട്. കമൻറ്റ് ബോക്സിനകത്താണെങ്കിലും തെറിയിട്ട് ഞാൻ തെറി വിളിക്കാറുണ്ട്. ഞാനായിട്ട് എവിടെയും ഓടി കയറിയിട്ട് ആരും തെറി വിളിച്ചിട്ട് അങ്ങോട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് പോകാറില്ല. ഇങ്ങോട്ട് കിട്ടിയാൽ വിടാറുമില്ല. അതങ്ങനെ തന്നെ വേണം. ലേഡി ഒരു അമ്മച്ചി, ഒരു ശശികല എന്ന് പറയുന്നത്, അവർക്ക് 57 വയസ്സുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞു. അമ്മച്ചി അവരെ വിളിക്കാമെങ്കിൽ അവർക്ക് താങ്കളെ തള്ളച്ചിന്ന് എന്നെ തള്ളച്ചിന്ന് ആദ്യം വിളിച്ചുകൊണ്ടാണ് ഞാൻ അവരെ അമ്മച്ചിന്ന് വിളിച്ചത്. ഓക്കെ, എന്നെ എന്തിനാണ് അവരും ഞാനും പേഴ്സണൽ ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് അവർ എന്നെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നത്? ഞാൻ ഞെക്കി പിടിക്കുന്നു, പിഴിയുന്നു. അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. രേണു, ഈ താങ്കൾ അഭിനയിക്കുന്നത് ഒരു സമൂഹത്തിന് മുമ്പിലാണ്. താങ്കൾ സ്വന്തം വീട്ടിൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് വീട്ടിൽ 4 പേർക്ക് കാണാനല്ല. അതെന്തിനാണ് അങ്ങനെ? തീർച്ചയായിട്ടും അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്യില്ലേ? കമന്റ് ചെയ്താൽ എനിക്ക് വിഷയമൊന്നുമില്ല. അവരെന്നെ പിടിച്ച് ജയിലിലിടാൻ അവർക്ക് ആരാ അധികം അഭിപ്രായമല്ലേ പറഞ്ഞിരിക്കുന്നത്? അഭിപ്രായമായിരുന്നു. ഞാനോടത്തിന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു അഭിപ്രായം പറഞ്ഞോട്ടെ, വിഷയമല്ല. അപ്പൊ എന്തുകൊണ്ട് താങ്കൾ അവർക്കെതിരെ ഒന്ന് കേസ് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത്ര എനിക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം ഇതിനൊക്കെ കേസ് കൊടുത്ത 100 കൂട്ടം ജോലി ഉണ്ടെന്ന് തോന്നുന്നു പോലീസുകാർക്ക്. റോസ് കൊടുത്തില്ലേ കേസ്? പിന്നെ രേണുവിന് കൊടുക്കാലോ. ആ ഹണി റോസിനെ പോലുള്ള ആളല്ലല്ലോ ഞാൻ. അവര് വലിയ വലിയ നടിമാരാണ്. ഞാൻ ഒരു സാധാരണക്കാരിയാണ്. പക്ഷെ പറയുമ്പോഴും അഭിനയിക്കുമ്പോഴും ഇപ്പോഴും സംസാരിക്കുമ്പോഴും അതിലൊരു അഹങ്കാരം തെളിയിക്കുന്നുള്ളൂ. എനിക്കറിയില്ല. ഞാൻ സാധാരണക്കാരി തന്നെ. ഞാൻ പഴയ രേണു. പക്ഷെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സോ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒരാളെ പുറത്തെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സംഗതി ഉണ്ട്. അതായത് പലരും ഈ രേണുവിൻ്റെ റീൽസ് എടുത്ത് വെച്ചിട്ട് ഞെക്കി പിടിച്ചു, പിഴിഞ്ഞു, കാട്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആ ഒരു രീതിയിലേക്ക് ഓഡിറ്റ് ചെയ്ത് ഈ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇതിനൊരു മേജർ ഫ്ലെയർ എവിടുന്നാണ് വരുന്നതെന്നറിയോ? ഈ രേണുവിൻ്റെ എന്ന് പറഞ്ഞ് എന്നാൽ അവർ ഈ പറഞ്ഞ പോലെ സർക്കാസമാണ്, കളിയാക്കലാണ്, റോസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റീലുകൾ ഞാൻ ഈ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഈ ഐറ്റം കണ്ടിട്ടാണ് പലരും ആ റീലിൻ്റെ അടിയിൽ പോയിട്ടും ഈ പറഞ്ഞ രേണുവിനെ തെറിവിളിയാണ്. അത് കണ്ടിട്ടും ഇപ്പുറത്ത് വന്നിട്ടും രേണുവിൻ്റെ റീൽ എന്താന്ന് പോലും നോക്കാതെ അതിൽ തെറിവിളിയാണ്. ഞെക്കി പിഴിഞ്ഞു, മറിച്ചു എന്ന് പറഞ്ഞിട്ട്. അവരതിനകത്ത് കാണിക്കുന്ന അതല്ലേ വൾഗാരിറ്റി. അവന്മാർ കാണിച്ചു കൂട്ടുന്നതാണ് ഏറ്റവും വലിയ വ്യക്തിഹത്യ, വൾഗാരിറ്റി. ഒരു വ്യക്തിയെ മോശമായിട്ട് കാണിക്കുന്നത് അവരാണ് കാണിക്കുന്നത്. ഞാൻ പറയുമ്പോൾ അതിനെതിരെ മലയാളി സമൂഹം കേസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇവന്മാർ ഈ കാണിക്കുന്നത് എമ്മാടിത്തരത്തിനെതിരെ കാണിച്ചു കൂട്ടുന്ന പരിപാടി, അതിന് കൈയടിക്കാൻ 100 ആൾക്കാരാണ്. മനസ്സിലായോ? എന്തും നാടേ ഇവിടെ നാട്ടിൽ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഒരു ഹണി റോസ് കേസ് കൊടുത്തു. ഒരു ഹണി റോസേ മലയാളത്തിൽ കേസ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ ആലോചിക്കണം. ഒരു ഹണി റോസ്. ഇവിടുന്ന് ബാക്കി നടിമാർക്ക് പ്രശ്നങ്ങളില്ലായിട്ട കൊടുത്ത ഹണി റോസിൻ്റെ അവസ്ഥ ഇപ്പം എന്താ ചെയ്യുന്നിട്ട്? കേസ് ആർക്കെതിരെയാണോ കൊടുത്തത് അയാളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാൾ പുറത്തിറങ്ങിയില്ലേ? അയാൾ വീണ്ടും പരിപാടികൾ തുടങ്ങിയില്ലേ? അപ്പം ഹണി റോസിൻ്റെ കേസ് വെച്ചിട്ട് കേസ് കൊടുത്തൂടെ എന്നുള്ളത് രേണുവിനോട് ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു അവസ്ഥയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അതിലൊന്നും ഈ രേണു പറഞ്ഞ തന്നെയാണ് ഉത്തരം. എന്ത് നടക്കാൻ, എന്ത് കാര്യം ഉണ്ടായില്ല? സൂചിച്ചാണ്ട് എന്തിനാ അപമാനിക്കുന്നത്? മരിച്ചുപോയ സൂചിച്ചാണ്ട് എന്തിനാ? സൂചിച്ചാണ്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് തങ്ങളെ ഡൈവോഴ്സ് ചെയ്ത് കളയത്തില്ലായിരുന്നു. ഒരിക്കലുമില്ല. സൂചിച്ചാണ്ട് എനിക്കറിയാം. വഴക്ക് പിടിക്കുമ്പോ ഞാൻ അപ്പൊ ഡിവോഴ്സ് ആകുന്ന പറഞ്ഞാൽ സൂചിച്ചാണ്ട് പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ. ആ സൂചിച്ചാണ്ട് എനിക്കറിയാം. പിന്നെ എങ്ങനെ സൂചിച്ചാണ്ട് ഡിവോഴ്സ് എന്തായാലും തുറന്നു പറയത്തില്ല. ഇതൊക്കെ താങ്കൾ പറയുന്നതല്ലേ? അതിപ്പോ സൂചിച്ചാണ്ട് മരിച്ചു പോയില്ല. സൂചിച്ചാണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറയാം, എന്തും പറയാതല്ല എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ അവകാശപ്പെടുന്നു, താങ്കളാണ് ഭാര്യ. അവകാശപ്പെടുന്നത് തന്നെയല്ല, നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭാര്യ ഞാൻ തന്നെയാണ്. സമ്മതിച്ചു. പക്ഷെ താങ്കൾ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്ന് തെളിയിക്കാൻ പറ്റും. അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിരുന്ന ഈ അഹങ്കാരം പറയുന്നത്? അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും ഇല്ല, എനിക്ക് ഒരു തലക്കനവും ഇല്ല.
ഞാൻ തലക്കനോട്ടേക്ക് AC ബസ്സോ അല്ലെങ്കിൽ AC ട്രെയിനോ ബുക്ക് ചെയ്ത് വരും. ഞാൻ ഇന്ന് രാവിലെ KSRTC വന്ന് രാവിലെ ലോക്കൽ ട്രെയിനിൽ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത്. എനിക്ക് അഹങ്കാരമാണ്, ഞാൻ അങ്ങനെ വരത്തില്ലല്ലോ. അത്രയ്ക്ക് പിശിക്കായതുകൊണ്ടല്ല, അത്രയ്ക്ക് പിശിക്കൊന്നുമല്ല, അത്രയ്ക്കുള്ള കാശ് എന്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലോ. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു 5 പിള്ളേരുടെ കാര്യമുണ്ട്, കിച്ചുവിന്റെ കാര്യം, അവന് പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്, കൊച്ചിന്റെ കാര്യം നോക്കണം, അവന് പരിയാകുമ്പോൾ ആശുപത്രി കൊണ്ടുപോകണം, വീട്ടിലെ ചെലവ് നടത്തണം, പപ്പ അമ്മ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇനിയെങ്കിലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ ഫോക്കസ് ഫുള്ള് ഷിഫ്റ്റ് ആയിട്ടുള്ളത് ആങ്കറിലേക്കാണ്. പക്ഷേ നാളെയും ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ആ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് മാസീവായിട്ടുള്ള ഹേറ്റും ട്രോളുകളും, നീ അഹങ്കാരിയാണ്, നീ മറ്റതാണ്, നീ മറിച്ചാണ്, നീ രേണു മറ്റേ ഇത് പറഞ്ഞില്ലേ സുധി ടൂറ് പോയതാണോ, ദുബായി പോയതല്ലോ, മരിച്ചു പോയതല്ലേ എന്നുള്ള ഡയലോഗ് അടിച്ചു. അങ്ങനത്തെ കുറേ മൈന്യൂട്ട് സാധനങ്ങൾ എടുത്തു കൊടുന്ന് വെച്ചിട്ട് ഈ ലേഡിയെ വീണ്ടും ഓഡിറ്റ് ചെയ്യാനുള്ള ചാൻസ്. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ലൈഫ് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഒരാൾക്ക് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വാശി വന്നു കഴിഞ്ഞാണ്ടല്ലോ അവർ ജീവിച്ച് കാണിക്കും. ഓക്കെ, സൊസൈറ്റി ആദ്യമൊക്കെ അതിനിങ്ങനെ എതിർക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്രൂശിക്കും, ഇതേപോലെ വട്ടം കൂടി ആക്രമിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു ലോങ് റണ്ണിൽ ഇങ്ങനെ ആദ്യത്തെ സ്റ്റേജിൽ ഹെയ്റ്റ് കിട്ടിയവർക്കൊക്കെ പിന്നെ മാസീവായിട്ട് റെസ്പെക്റ്റും ഫാൻ ഫോളോയിങ്ങൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. രേണു എന്ന് പറഞ്ഞ വ്യക്തിയുടെ കേസും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. കണ്ടിടത്തോളം ആ പോക്ക് അങ്ങനെയാണ്. അവർ നന്നായി സംസാരിക്കുന്നുണ്ട്, അവർ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ട്, അഭിനയം എന്ന് പറയുന്നുണ്ട്, അവർ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള രീതിക്ക് ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങളും സംഗതികളും നോക്കണമെങ്കിൽ ഇനി വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ഒരാൾ, അവർക്കൊരു എയിമുണ്ട്, ഒരു എയിം പിടിച്ച് പോകുന്നുണ്ട്. പിന്നെ ഇത് നല്ല രീതിയിൽ ബാക്കിയുള്ളവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ നമ്മളെ യൂസ് ചെയ്യാനും നമ്മളെ ആവശ്യമുള്ളതായിട്ടുള്ള ആളുകളുണ്ട് എന്നറിയുമ്പോൾ നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇടുന്നൊരു പ്രൈസ് ടാഗ് ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, അത് ഈ ലേഡിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് ഇപ്പം എനിക്കറിയാം. ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു വിഷയമില്ലടി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല മഹാനടന്മാരുടെയും ഭാര്യമാർ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ അവരൊക്കെ വീട്ടിലിരിക്കാനും പുറത്തിറങ്ങാതെ അധികം പബ്ലിക് അപ്പിയറൻസ് കൊടുക്കാത്തതിൻ്റെ കാര്യം, കൊടുത്താൽ ഇന്ന് രേണു സുധിക്ക് കിട്ടുന്നത് പോലത്തെ ഒരു ഹെയ്റ്റും ഒരു മാസീവായിട്ടുള്ള ഓഡിറ്റിങ്ങും അവരുടെ ലൈഫിൽ നടക്കുന്നുള്ള പേടി കൊണ്ടായിരിക്കും.